തപസ് കാലം സ്നേഹത്തിന്റെ ഒരു മഹാപൂക്കാലം. തിബേരിയസ് കടൽത്തീരത്ത് ക്രിസ്തു ശിഷ്യന്മാരെയും കാത്തു നിൽക്കുകയാണ്. വഞ്ചി തുഴഞ്ഞ് തളർന്ന് പ്രഭാതത്തിൽ ക്രിസ്തുവിന്റെ വാക്ക് കേട്ട് നിറവഞ്ചിയുമായി തീരത്തെത്തിയപ്പോൾ അത് ക്രിസ്തുവാണെന്നറിഞ്ഞവർ തകർന്നുപോയി. കാരണം കൂട്ടത്തിൽ ഒരാളുണ്ട്, പത്രോസ്. അയാൾ ആൾക്കൂട്ടത്തിന്റെ ശിഷ്യന്മാരുടെ പിന്നിലേക്ക് മറഞ്ഞു. കാരണം ചോദിക്കാൻ ഒരുപാട് ചോദ്യങ്ങൾ അവനുണ്ടാകും. ആ പെൺകുട്ടിയുടെ മുമ്പിൽ തള്ളിപ്പറഞ്ഞതിനെ കുറിച്ച്, അതുപോലെ എത്ര വെറുതെ ആവേശം കാണിച്ച് കടലിന് മീതെ നടന്നതിനെ കുറിച്ച്, അങ്ങനെ എത്ര മണ്ടത്തരങ്ങൾ കാണിച്ചു. ഓരോന്നോരോന്ന് എണ്ണി ചോദിച്ചാൽ എന്തുത്തരം പറയും? അങ്ങനെ മനസ്സ് തകർന്ന് നിൽക്കുമ്പോഴാണ് മേഘം നീങ്ങി തെളിഞ്ഞു വരുന്നൊരു ചന്ദ്രനിലാവ് പോലെ പുഞ്ചിരിയോടെ ഈശോ പത്രോസിന്റെ അടുക്കിലേക്ക് തിരിഞ്ഞു ചോദിക്കുന്നു, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നു. പത്രോസ് പറഞ്ഞു, കർത്താവേ. പലതും പത്രോസിന് പറയണമെന്നുണ്ട്. പക്ഷേ ഈശോയ്ക്ക് ഒന്നും അറിയണ്ട. നീ സ്നേഹിക്കുന്നു എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഈ സ്നേഹത്തിന്റെ പൂക്കാലത്തിലേക്കാണ് വിളിക്കുന്നത്. നമുക്കെല്ലാം മറക്കാം. നമുക്ക് കൊമ്പസാരക്കൂട്ടിൽ ചെന്ന് ഒരുപാട് പാപങ്ങൾ പറയാനുണ്ട്. പക്ഷെ ഇത് പാപങ്ങൾ പറയുന്നത് ഒരു സ്നേഹം പറയാനാണ്, സ്നേഹത്തിലേക്ക് തിരിച്ചു വരാനാണ്. ക്രിസ്തു നമ്മൾ നോക്കുന്നത് സാരമില്ല എന്ന് പറയാനാണ്. കുരിശും കൊണ്ട് പോകുമ്പോൾ തള്ളിപ്പറഞ്ഞ പത്രോസ് അകലെയായി ക്രിസ്തുവിനെ അനുഗമിച്ച ആ വരികൾ നമ്മൾ വായിക്കും. അവിടെ നമ്മൾ കാണുന്നത് തോളിലെ മുറിവിൽ കുരിശമർന്നിരിക്കുന്ന ദേഹമാസകലം നൊന്തു നീറുന്ന വേദനയിൽ ക്രിസ്തു ശിരസ് ചായ്ക്ക് പത്രോസിനെ നോക്കിയെന്ന്. ആ നോട്ടത്തിന്റെ അർത്ഥം എന്താ? വളരെ ലളിതമാണ്. സാരമില്ല, എനിക്ക് ഓക്കെയാണ്. ഇതിന്റെ പേരിൽ നീ എന്നെ വിട്ടുപോകാതില്ല. ആ നോട്ടം പത്രോസിന് മനസ്സിലായി. സാധാരണ നോട്ടങ്ങളുടെ അർത്ഥം എന്താണ്? നീ എന്താ ചെയ്തതെന്ന് എനിക്കറിയാം, പക്ഷേ ഞാൻ ക്ഷമിക്കാൻ തയ്യാറാണ്. ഇതുപോലുള്ള സ്നേഹമില്ലാത്ത ക്ഷമകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഈശോ നോക്കിയതിനൊരു അർത്ഥമേ ഉള്ളൂ, സാരമില്ല, നീ ഇതിന്റെ പേരിൽ വിട്ടുപോകരുത്, ഞാൻ ഓക്കെയാണ്. അതിന്റെ ബാക്കി സ്നേഹം ചോദിച്ചുകൊണ്ടാണ് ഈശോ കടൽത്തീരത്ത്. ഈശോ ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞപ്പോ അതൊരു മഹാസംഭവമായി. എല്ലാവരും അത്ഭുതപ്പെട്ടു. എന്തിനാണ് ഈശോ ഉയർത്തെഴുന്നേറ്റത്? പിന്നെയും തോൽക്കാൻ. ഉപേക്ഷിച്ചു പോയ ശിഷ്യന്മാരുടെ മുമ്പിൽ ചെന്ന് വീണ്ടും സ്നേഹം ചോദിച്ചു സകലതിനെയും അതിജീവിച്ച് തോൽക്കാനായി ക്രിസ്തു വീണ്ടും ഉയർത്തെഴുന്നേൽക്കുന്നു. കാരണം സ്നേഹം വിട്ടുപോകാൻ അവന് പറ്റില്ല. അവൻ സ്നേഹമാണ്. ആ സ്നേഹം ഒന്നേ നമ്മളോട് ചോദിച്ചിട്ടുള്ളൂ, നീ എന്നെ സ്നേഹിക്കുന്നു, കഴിഞ്ഞതെല്ലാം മറക്കുക. സ്നേഹിക്കുന്നുവോ എന്ന ചോദ്യത്തിന് അത് മാത്രം ഉത്തരം പറയുക, എനിക്ക് ധാരാളമാണ്, നീ എൻ്റെ കുഞ്ഞാടുകളെ വീഴ്ച, നമുക്കൊരുമിച്ച് ഇനിയും സഞ്ചരിക്കാം. ഈ സ്നേഹം ചോദിച്ചുകൊണ്ട് ക്രിസ്തു നമ്മുടെ മുന്നിൽ വീണ്ടും നിൽക്കുന്ന സ്നേഹത്തിന്റെ മഹാപൂക്കാലമാണ് ഈ തപസ്സുകാലം. നമുക്ക് ആ സ്നേഹത്തിന്റെ വസന്തകാലത്തിലേക്ക് പ്രവേശിക്കാം. നന്ദി.